നമസ്കാരം. രാജ്യം ഇപ്പോൾ വേറൊരു മൂഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു തിരക്കിട്ട പരിപാടികളിലാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും. അവരെല്ലാവരും സ്വയം ഒന്ന് ഊർജിതരാകേണ്ട ഒരു ആവശ്യകതയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒരു വശത്ത് അജയ്യരായി നിൽക്കുന്ന കഴിഞ്ഞ 10 വർഷമായി രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP നയിക്കുന്ന NDA സഖ്യം ഒരു വശത്ത്, ഇവിടെ മറ്റ് ഘടകകക്ഷികളെ എല്ലാം കൂടെ ഉൾക്കൊണ്ടിട്ട് ഇന്ത്യ പോലെ ഒരു മുന്നണി മറ്റൊരു വശത്ത്, അങ്ങനെ വലിയ ശക്തമായ ഒരു പോരാട്ടത്തിലേക്ക് തന്നെ രാജ്യം കുതിച്ചുയരുകയാണ്. ഇതിനിടയിൽ രാഷ്ട്രീയ കക്ഷികളെല്ലാവരും തന്നെ അവരവരുടേതായ യാത്രകളുമായി മുന്നോട്ട് പോവുകയാണ്. AICCയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര, അതുപോലെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ KPCCയുടെ ഭാഗമായിട്ട് സമരാഗ്നി പോലുള്ള പരിപാടികൾ, അടുത്ത CPM ഡൽഹിയിൽ പ്ലാൻ ചെയ്യുന്ന വലിയൊരു സമര പരിപാടി, അതൊരു സമ്മേളനത്തിലേക്കൊക്കെ പോകുമെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ രാജ്യമൊട്ടുക്ക് അവരവരുടേതായ രീതിയിൽ ഉള്ള റോഡ് ഷോകൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഒരു ഷോയായി തന്നെ മാറുകയാണ്. നരേന്ദ്രമോദിയുടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന റോഡ് ഷോകൾ, അങ്ങനെ നിരവധി അസം, ബീഹാർ തുടങ്ങിയ മേഖലകളിലെല്ലാം ഇത്തരത്തിലുള്ള ഷോകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഷോകൾ സംഘടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യാത്രകൾ കൊണ്ട് രാഷ്ട്രീയ പാർട്ടിക്കുണ്ടാകുന്ന മെച്ചം എന്താണ് എന്നൊരു ചോദ്യം സ്വാഭാവികമായും എല്ലാവരുടെയും മനസ്സിലേക്ക് വരും. ഇതിനകത്ത് പ്രധാനമായും ഉണ്ടാകുന്ന ഒരു മെച്ചം, നിലവിൽ തങ്ങളുടെ രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം തങ്ങൾ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ, വരാൻ പോകുന്ന ഭരണകാലഘട്ടത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യും എന്നുള്ളത് ഒരു എല്ലാ യാത്രകളിലും മുഖമുദ്രയാക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഇനി ഞങ്ങൾ ഇപ്പോൾ ഭരണകക്ഷി അല്ലെങ്കിൽ ഞങ്ങൾ അധികാരത്തിലേക്ക് വരുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഇവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിലവിൽ അധികാരത്തിലിരിക്കുന്ന ആൾക്കാർ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട്, എന്തൊക്കെ ജനദ്രോഹകരമായ നടപടികൾ കാണിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇത് മാത്രമല്ല, ഒരു ഷോ ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് തന്നെ ഉറങ്ങിക്കിടക്കുന്ന അണികളെയെല്ലാം ഒന്ന് ഉണർത്താനുള്ള അവർക്കൊരു ഊർജം നൽകുക കൂടിയാണ് ഇത്തരം ഷോകളിലൂടെ ചെയ്യുന്നത്. അപ്പോൾ പൊതുവെ ഒരു ഷോ വരുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം റോഡ് ഷോകൾ, സമര പരിപാടികളൊക്കെ നടക്കുമ്പോൾ പല അണികളും പല ഭാഗങ്ങളിൽ സ്കാറ്റേഡായി ചിതറിക്കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാനും ബൂത്ത് തലം മുതൽ മുകളിലേക്ക് തങ്ങളുടെ അണികളെ ഒന്ന് പ്രവർത്തന നിരതരാക്കാനും വേണ്ടിയിട്ട്, പ്രവർത്തന സജ്ജരാക്കാനും വേണ്ടിയിട്ടുമൊക്കെ നടക്കുന്നതാണ് ഇത്തരം റോഡ് ഷോകൾ. അതിനിടയിൽ വളരെ ശക്തമായ സംസാരങ്ങളുണ്ടാവും, ശക്തമായ പ്രഭാഷണങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും. രാഷ്ട്രീയ കാര്യങ്ങളും അതിനപ്പുറം രാജ്യത്തിൻ്റെ വികസന കാര്യങ്ങളും ഒക്കെ, സംസ്ഥാനത്തിൻ്റെ വികസന കാര്യങ്ങൾ, ഇതൊക്കെ ഇത്തരം റോഡ് ഷോകളിൽ ചർച്ചയായി വരാറുണ്ട്. നിലവിൽ ഇപ്പം നമുക്കറിയാം, എന്തുകൊണ്ട് സമരാഗ്നി പോലെ ഒരു പരിപാടി KPCC സംഘടിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ ഇതുവരെ കഴിഞ്ഞ 7.5 വർഷക്കാലമായി ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായ അഴിമതികളെയും കെടുകാര്യസ്ഥതകളും ഒക്കെ തുറന്നു കാട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന യാത്രകൾ, അല്ലെങ്കിൽ സമരാഗ്നി പോലെ ഒരു പരിപാടി KPCC ഒരു മുന്നിൽ നിന്ന് നടത്തുന്നത്. അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് ഇവിടുന്ന് CPM-കാരെല്ലാം അവിടെ ഡൽഹിയിൽ പോയി സമരം ചെയ്യുന്നു എന്ന് ചോദിച്ചു. ഇവിടെ കഴിഞ്ഞ ദിവസം മനുഷ്യ ചങ്ങലയൊക്കെ നടന്നു DYFIയുടെ നേതൃത്വത്തിൽ. എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, കേന്ദ്ര ഭരണത്തിൽ ഉണ്ടാകുന്ന, നമുക്ക് നേരിട്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കെതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഓരോ രാഷ്ട്രീയ കക്ഷികളും അങ്ങനെ ചെയ്യുന്നത്. BJP എന്തുകൊണ്ട് കേരളത്തിനെ ഫോക്കസ് ചെയ്യുന്നു? അടുത്ത ചോദ്യം അവിടെയാണ് നിൽക്കുന്നത്. കാര്യം, നരേന്ദ്രമോദി 2 തവണ തൃശ്ശൂരിൽ വന്നിരുന്നു. ഈ 2 തവണയും വളരെ അധികം, ഈ ഒരൊറ്റ മാസം തന്നെ 2 തവണ വരുന്നു. ഒന്നും സുരേഷ് ഗോപി എന്ന് പറയുന്ന BJP നേതാവിൻ്റെ, അല്ലെങ്കിൽ സിനിമാ നടൻ്റെ മകളുടെ കല്യാണം കൂടുന്നതിനും, അക്ഷതം അവർക്കൊക്കെ അവിടെ വളരെ ക്ഷണിക്കപ്പെട്ട ആൾക്കാർക്ക് അക്ഷതം നൽകുന്നതിന് വേണ്ടിയിട്ട് മോദി ഇവിടെ വന്നിരുന്നു. ആദ്യത്തെ തവണ വന്ന സമയത്താണ് സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന് പറയുന്ന വിപുലമായ പരിപാടി മോദി തൃശ്ശൂരിൽ നടത്തിയത്. ആ പരിപാടിയിൽ എനിക്ക് തോന്നുന്നു 2.5 ലക്ഷത്തിലധികം സ്ത്രീകൾ പങ്കെടുക്കുകയുണ്ടായി. ആ വലിയ പരിപാടി വമ്പൻ വിജയമായി തീർന്നു. അപ്പോൾ അങ്ങനെ അവിടെ റോഡ് ഷോ ഒക്കെ നടത്തി. നിരവധി പ്രവർത്തകരും, BJP പ്രവർത്തകരും, രാജ്യത്തെ അല്ലെങ്കിൽ മോദിയോട് ഭക്തിയുള്ള ആളുകളും എല്ലാവരും തന്നെ ഈ റോഡിൻ്റെ ഇരുവശത്തും നിന്നുകൊണ്ടാണ് ആ റോഡ് ഷോ വളരെ സശ്രദ്ധം വീക്ഷിച്ചത്, അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചത്, പൂക്കൾ വിതറിയത്. ഇനി എന്തുകൊണ്ട് ആണ് മോദി 2 തവണ തൃശ്ശൂരിൽ വന്നത് എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടാകാനാണ് സാധ്യത. ആ സാധ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പിലെല്ലാം നമുക്കറിയാം നമ്മുടെ BJP സ്ഥാനാർത്ഥി ആയി മത്സരിക്കുകയും ജയിക്കുകയും ചെയ്യുമെന്ന് 100% ഉറപ്പിച്ച് വിശ്വസിച്ച ഒരാളാണ് നമ്മുടെ നടൻ സുരേഷ് ഗോപി.
അതിൻ്റെ പേരിൽ അദ്ദേഹം തൃശ്ശൂർ പോയി പല വികസന പരിപാടികളും അല്ലെങ്കിൽ പല പരിപാടികളും, വികസന പരിപാടി എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും പല പരിപാടികളും അദ്ദേഹം പ്ലാൻ ചെയ്തു. തൃശ്ശൂരിൽ നടന്നതിനകത്ത് പല പ്രഭാഷണങ്ങളിലും പ്രസംഗങ്ങളിലും അദ്ദേഹം എനിക്ക് തൃശ്ശൂർ വേണം, തൃശ്ശൂർ ഞാൻ ഇങ്ങ് എടുക്കുക എന്നൊക്കെ പറയാം. നമ്മൾ പലതരത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ട്രോളുകൾ പുറത്തിറങ്ങിയ ഒരു സാഹചര്യമാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ അറിയാൻ കഴിയുന്ന ചില വാർത്തകൾ, അതൊക്കെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും അറിയാൻ കഴിയുന്ന ചില വാർത്തകൾ ഇങ്ങനെയാണ്: മോദി ആയിരിക്കും തൃശ്ശൂരിൽ ലോക്സഭയിൽ മത്സരിക്കുക. ഇതാണ് നമ്മൾ അറിയാൻ പോകുന്ന മറ്റൊരു വാർത്ത. മോദി തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കും. അതിന് ഉദാഹരണം അല്ലെങ്കിൽ അതിന് കാരണമായി നമ്മൾ ചൂണ്ടിക്കാട്ടുന്ന അദ്ദേഹം 2 തവണ തൃശ്ശൂരിൽ വന്ന് നടത്തിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ത്രീ ശക്തിക്കൊപ്പം അല്ലെ മോഡിക്കൊപ്പം സ്ത്രീ ശക്തി എന്ന് പറയുന്ന വിപുലമായ പരിപാടി 2.5 ലക്ഷത്തോളം വരുന്ന സ്ത്രീജനങ്ങൾ പങ്കെടുത്ത വലിയൊരു പരിപാടിയായി മാറി. അതിനുശേഷം ഇദ്ദേഹം തൃപ്രയാർ അമ്പലത്തിലുമൊക്കെ ക്ഷേത്ര സന്ദർശനങ്ങൾ നടത്തുകയും അവിടെയുള്ള ജനങ്ങളുമായി സംസാരിക്കുകയും സംവദിക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. അപ്പോൾ അവിടെ വലിയ പള്ളിയിൽ കൊടുത്ത മാതാവിൻ്റെ തലയിലണിയാൻ കൊടുത്ത സ്വർണ്ണ കിരീടം സുരേഷ് ഗോപി കൊടുത്തിരുന്നു. ആ കിരീടം ഇനി എന്ത് സംഭവിക്കും? ആ കിരീടം കൊടുത്ത് വെറുതെ ആയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അടുത്ത് വരും. പക്ഷെ അതിനിടയ്ക്ക് എപ്പോഴോ നമ്മുടെ സുരേഷ് ഗോപി പറയുന്നത് കേട്ടിരുന്നു. എന്തായിരുന്നു? വേണമെങ്കിൽ കണ്ണൂരും ഞങ്ങളിങ്ങെടുക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ചെറിയ രാഷ്ട്രീയ മാറ്റം തോന്നിയത് എനിക്ക് മാത്രമാണോ എന്നറിയില്ല. കാര്യം സുരേഷ് ഗോപിയെ കണ്ണൂരിൽ മത്സരിപ്പിക്കുകയും തൃശ്ശൂർ പോലെയുള്ള ഇത്രയും BJPക്ക് ഇപ്പോൾ ഏറ്റവും അധികം ഒരു പ്രശംസയും അല്ലെങ്കിൽ BJPക്ക് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു A ക്ലാസ് മണ്ഡലമാകാൻ പോവുകയാണ് തൃശ്ശൂർ. A ക്ലാസ് മണ്ഡലമായി തൃശ്ശൂർ മാറുമ്പോൾ അവിടെ തീർച്ചയായും മത്സരിക്കേണ്ടത് ഒരു രാജ്യത്തെ ഉയർത്തിക്കാട്ടുന്ന രാജ്യത്തിൻ്റെ നേതാവ് തന്നെ ആയിരിക്കണം. അത് എപ്പോഴും നരേന്ദ്രമോദി തന്നെയാണ്. നരേന്ദ്രമോദിക്ക് തൃശ്ശൂരിൽ കിട്ടുന്ന അത്രയും ഒരു പ്രാമുഖ്യം എനിക്ക് തോന്നുന്നില്ല സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ഉണ്ടാകുമെന്ന്. അദ്ദേഹം മത്സരിക്കുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ വട്ടത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ വയനാട് മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് വിജയിച്ചത് ഏകദേശം 1.5 ലക്ഷത്തിലധികം വോട്ടുകൾ ഭൂരിപക്ഷം നേടി വിജയിച്ചത് ഒരു ദേശീയ നേതാവാണ്, രാഹുൽ ഗാന്ധിയാണ്. നമുക്കറിയാം, രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിച്ചപ്പോൾ വയനാട്ടിൽ മത്സരിക്കുകയും രാഹുൽ ഗാന്ധി ജയിക്കുകയും ചെയ്തപ്പോൾ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 19 ലോക്സഭാ സീറ്റ് നേടിയെടുക്കാൻ കോൺഗ്രസിനായി. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം BJP ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാം, ഇദ്ദേഹം ഇവിടെ മത്സരിക്കുമ്പോൾ നരേന്ദ്രമോദി ഇവിടെ തൃശ്ശൂരിൽ മത്സരിക്കുമ്പോൾ ഉറപ്പായും കണ്ണൂരുള്ള BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചേക്കാൻ സാധ്യതയുള്ള സുരേഷ് ഗോപിക്കും അവിടെ വിജയം സംഭവിക്കും. അപ്പോൾ നിലവിൽ 2 സീറ്റുകൾ BJPയുടെ അക്കൗണ്ടിലേക്ക് കയറുന്നു. പിന്നീട് തിരുവനന്തപുരത്ത് നമ്മൾ നേരത്തെ എല്ലാവരും ഒരു അഭ്യൂഹങ്ങൾ പോലെ പടർന്ന് പ്രചരിച്ച ഒന്നാണ് തിരുവനന്തപുരത്തെ കാര്യം. തിരുവനന്തപുരം സത്യത്തിൽ ഒരു BJPയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു A ക്ലാസ് മണ്ഡലം തന്നെയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അവിടെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം BJPയും കോൺഗ്രസും തമ്മിലായിരുന്നു, UDFും തമ്മിലായിരുന്നു പ്രധാനമായി ഏറ്റുമുട്ടൽ അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായി ഇത് ശശി തരൂരിൻ്റെ നിലവിലുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം. അവിടെ ഒന്നുമല്ലെങ്കിൽ BJP MP ആയ രാജീവ് ചന്ദ്രശേഖറിനെ മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. അതുമല്ലെങ്കിൽ നിർമ്മലാ സീതാരാമൻ, നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയെ അവിടെ മത്സരിപ്പിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. എന്തു തന്നെ ആയിരുന്നാലും അങ്ങനെ വരുമ്പോൾ 3 സീറ്റുകൾ എങ്ങും തൊടാതെ BJPയുടെ അക്കൗണ്ടിലേക്ക് കയറും എന്നുള്ള കാര്യം തീർച്ചയാണ്. കാര്യം തൃശ്ശൂർ എന്തായിരുന്നാലും നരേന്ദ്രമോദിയെ പോലെ ഒരു ദേശീയ നേതാവ് മത്സരിച്ചാൽ എന്തായിരുന്നാലും തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ ആൾക്കാർ ഒന്നുകൂടി ചിന്തിച്ചതിന് ശേഷം BJPക്ക് അനുകൂലമായൊരു തരംഗം അവിടെ ഉണ്ടാക്കിയെടുക്കും. നമുക്കറിയാം, കഴിഞ്ഞ റോഡ് ഷോയിൽ അല്ലെങ്കിൽ തൃശ്ശൂരിൽ നരേന്ദ്രമോദി വന്നപ്പോൾ അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ കേരളത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അമ്മമാരെ എന്നാണ് നരേന്ദ്രമോദി അവിടെ നിന്ന് അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. അപ്പോൾ തീർച്ചയായും അവിടെയുള്ള അല്ലെങ്കിൽ സ്ത്രീജനങ്ങളെല്ലാവരും തന്നെ നരേന്ദ്രമോദിക്ക് അവിടെ വോട്ട് രേഖപ്പെടുത്തും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തൃശ്ശൂരും കിട്ടി, കണ്ണൂർ സുരേഷ് ഗോപി മത്സരിക്കുകയാണെങ്കിൽ അതും കിട്ടി. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ നോക്കിയാൽ തിരുവനന്തപുരത്തെ സീറ്റും കിട്ടി. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ അനുരണനം എന്നുള്ള നിലയിൽ എങ്ങും തൊടാതെ ഒരു 4 അല്ലെങ്കിൽ 5 സീറ്റുകൾ ഇവിടെ BJP നേടും എന്നുള്ളതാണ് BJP മൊത്തത്തിൽ ദേശീയ തലത്തിൽ നിന്നുകൊണ്ട് കണക്കാക്കുന്നത്. ഇവിടെ കോൺഗ്രസിനകത്ത് വലിയ മാറ്റമൊന്നും വരുന്നില്ല. കോൺഗ്രസിൽ ഇത്തവണയും വയനാട്ടിൽ നിന്ന് തന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അവിടെ UDFിൻ്റെ ഇതിൽ തന്നെ മത്സരിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ലീഗിന് പ്രാമുഖ്യമുള്ള ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ അവിടെ ഇത്തവണയും രാഹുൽ ഗാന്ധി തന്നെ വയനാട്ടിൽ നിന്ന് ജയിക്കും എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ. ആലപ്പുഴയിലേക്ക് വരുമ്പോൾ ആലപ്പുഴയിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. AM ആരിഫ് ഇതുവരെ AM ആരിഫിന് പകരമായി മറ്റൊരാളെ മത്സരിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ CPM ഇതുവരെയായി ഒരു തീരുമാനം എടുത്തിട്ടില്ല. അതേസമയം കോൺഗ്രസും
കോൺഗ്രസിൽ ഈ രീതിയിലുള്ള ചില സംസാരം നടക്കുന്നുണ്ട്. ഏത് രീതിയിലാണ് നമുക്ക് നോക്കാം. നമുക്കറിയാം KC വേണുഗോപാലിന്റെ സ്ഥിരം മണ്ഡലമായിരുന്നു ആലപ്പുഴ മണ്ഡലം. ഈ കഴിഞ്ഞ മത്സരത്തിൽ ആണ് ഷാനിമോൾ ഉസ്മാൻ പകരം മത്സരിക്കുകയും KC വേണുഗോപാൽ മാറി നിൽക്കുകയും ചെയ്തു. അന്ന് ഷാനിമോൾ ഉസ്മാൻ ഉന്നയിച്ച കുറേയധികം അബദ്ധങ്ങൾ നമ്മൾ കേട്ടിരുന്നതാണ്. നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞതാണ്. ഷാനിമോൾ ഉസ്മാൻ അവിടെ മത്സരിക്കാൻ വേണ്ടി KC വേണുഗോപാലിനെതിരെ ഇല്ലാത്ത ഒരു ആരോപണം ഉയർത്തുകയും ഒടുവിൽ ഷാനിമോൾ ഉസ്മാൻ പരസ്യമായി അത്തരം കാര്യങ്ങൾ അവിടെ വെളിപ്പെടുത്തുകയും ചെയ്തു. പരസ്യം എനിക്ക് തോന്നുന്നു KC വേണുഗോപാലിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്ന ഒരു സമയം കൂടിയായിരുന്നു. കാര്യം അത്ര മോശപ്പെട്ട ഒരു ആരോപണമായിരുന്നു KC വേണുഗോപാലിനെതിരെ ഷാനിമോൾ ഉസ്മാൻ ആ സമയം ഉയർത്തിയത്. ഇത്തവണ മത്സരിപ്പിക്കുമ്പോൾ പുതിയ ഒരാളെ KC വേണുഗോപാൽ മത്സരിക്കുന്നില്ലെങ്കിൽ അവിടെ ഒരു സാമുദായിക പ്രാമുഖ്യമുള്ള ഒരാളെ, കുറച്ചുകൂടെ പോപ്പുലറായ ഒരാളെ മത്സരിപ്പിക്കുക എന്നുള്ള ഒരു സാധ്യതയും കൂടെ തെളിയുന്നുണ്ട്. അപ്പം പ്രധാനമായി ഇപ്പോൾ അവർ ഉറ്റുനോക്കുന്നത് നടൻ സിദ്ദിഖിലേക്കാണ്. സിദ്ദിഖിനെ ആലപ്പുഴയിൽ മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കവും നടക്കുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. മിക്കവാറും അവിടെ AM ആരിഫ് തന്നെയാണെങ്കിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുക മിക്കവാറും ഈ നടൻ സിദ്ദിഖ് തന്നെ ആയിരിക്കും എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യം. പൊതുവിൽ നരേന്ദ്രമോദി ഇവിടെ തൃശ്ശൂരിൽ മത്സരിച്ചാൽ പൊതുവെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് BJPക്ക് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാവുകയും ഇതുവരെ പൂജ്യപി എന്ന് വിളിച്ച് കളിയാക്കവർക്ക് മുന്നിലേക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു നേട്ടവുമായിരിക്കും. അവരുടെ മുന്നിലേക്ക് അവരെ കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒന്നുകൂടിയായിരിക്കും. കാര്യം വീണ്ടും ഈ തെരഞ്ഞെടുപ്പിലൂടെ ഈ പറയുന്ന ആൾക്കാരെല്ലാം കയറുകയും ചെയ്യും. ഒരു A ക്ലാസ് മണ്ഡലങ്ങൾ എന്നുള്ള ദേശീയ നേതാക്കൾ ഏറ്റവും കൂടുതൽ മത്സരിക്കാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പായി ഒരുപക്ഷെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭ തെരഞ്ഞെടുപ്പ് മാറുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അതുമാത്രമല്ല അവിടെ അവസാനിക്കുന്നില്ല. നമ്മളൊന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. പത്തനംതിട്ട മണ്ഡലം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമുക്ക് BJPക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യമുള്ള അല്ലെങ്കിൽ ഒരു A ക്ലാസ് മണ്ഡലം എന്നുള്ള നിലയിലേക്ക് പത്തനംതിട്ട മണ്ഡലം കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലമായി മാറി. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാം PC ജോർജ് ഇതുവരെ ജനപക്ഷ സെക്യുലറിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്ന PC ജോർജ് ഇപ്പോൾ BJPയിലേക്ക് ചേക്കേറിയിരിക്കുന്നു. PC ജോർജും അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജും അതിലേക്ക് തന്നെ ജോയിൻ ചെയ്ത് BJPയിലേക്ക് അംഗത്വം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ പത്തനംതിട്ട എരുമേലി വരെ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പൂഞ്ഞാർ മണ്ഡലം ഏകദേശം എരുമേലി വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു മണ്ഡലമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായും അവിടെ ഇദ്ദേഹം വാദിക്കുന്നത് അദ്ദേഹത്തിന് പത്തനംതിട്ടയിൽ ഒരു സീറ്റ് വേണമെന്നുള്ളതാണ് PC ജോർജ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയം. അതേസമയം BJPയിൽ ഒരു ചെറിയ തർക്കമുള്ളത് അവിടെ ഉണ്ണി മുകുന്ദനെ മത്സരിപ്പിക്കാം എന്നുള്ള ഒരു ചിന്താഗതിയും ഇപ്പോൾ BJP നേതൃത്വത്തിനിടയിലുണ്ട്. അതല്ല അവിടെ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പോലെ അദ്ദേഹത്തെ തന്നെ ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെ തന്നെ അവിടെ മത്സരിപ്പിക്കുന്ന കാര്യവും പരിഗണനയിൽ വരുന്നുണ്ട്. എന്തു തന്നെയായിരുന്നാലും വളരെയധികം തർക്കം നടക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഇത്തവണ പത്തനംതിട്ട. പുതുതായി അംഗത്വം എടുത്തുകൊണ്ടും ജനങ്ങളെ കൂടുതൽ അറിയാവുന്നതുകൊണ്ടും PC ജോർജിന് തന്നെ അവിടെ ഒരു മുൻഗണന ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഉണ്ണിമുകുന്ദനെ സംബന്ധിച്ചിടത്തോളം ഉണ്ണിമുകുന്ദൻ രാഷ്ട്രീയത്തിൽ പുതുമുഖമാണ്. ഇതുവരെ മത്സരങ്ങളെ ഒന്നും നേരിട്ടിട്ടില്ല. രാഷ്ട്രീയത്തിൽ ഒരു വ്യക്തമായ നിലപാടുകൾ അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം നിലപാട് പല വേദികളിലും അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അവസരങ്ങൾ ലഭിച്ചുവെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു BJP രാഷ്ട്രീയം എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു പ്രവർത്തകനായി എങ്ങും എത്തിയിട്ടുമില്ല. അത് ഒരുപക്ഷെ ഉണ്ണി മുകുന്ദന് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിക്കുള്ള ഒരു സാധ്യതയും കൂടിയുണ്ട്. അദ്ദേഹത്തിന് ജനങ്ങളുടെ സ്പന്ദനം അറിയില്ല, അദ്ദേഹം വെറും ഒരു ചലച്ചിത്ര നടനാണ് എന്നുള്ള നിലയിൽ. പക്ഷേ നമ്മളറിയാം സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയെ മത്സരിക്കുമ്പോൾ അദ്ദേഹം നിലവിൽ കൃത്യമായ രാഷ്ട്രീയ വക്താവ് കൂടിയായിരുന്നു നടൻ സിദ്ദിഖ്. അപ്പം അത് മാറ്റി നിർത്താം. പക്ഷേ ഉണ്ണി മുകുന്ദനെ സംബന്ധിച്ചിടത്തോളം ഉണ്ണി മുകുന്ദന് ഒരു ഈ BJPയുടെ ഒരു പ്രവർത്തനത്തിലും കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ജനങ്ങൾ എത്രത്തോളം അത് ഏറ്റെടുക്കുമെന്ന് പറയാൻ കഴിയില്ല. അവിടെ PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം PC ജോർജിനെ ആ ജനങ്ങൾക്ക് നന്നായി അറിയാവുന്നതാണ്. ഏകദേശം ഈരാറ്റുപേട്ട മുതൽ അങ്ങ് നീണ്ടു നിൽക്കുന്ന പത്തനംതിട്ട എരുമേലി വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ മണ്ഡലത്തിൻ്റെ MLA കൂടിയായിരുന്നു അദ്ദേഹം പല ഘട്ടങ്ങളിലും. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് പോസിറ്റീവായിട്ടുള്ള ഒരു സാധ്യതയായി മാറും. അപ്പം നരേന്ദ്രമോദി മത്സരിക്കുകയാണെങ്കിൽ എന്ത് തന്നെ ആയിരുന്നാലും പത്തനംതിട്ട മണ്ഡലവും അങ്ങനെയാണെങ്കിൽ BJPയുടെ കയ്യിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതോടൊപ്പം K സുരേന്ദ്രൻ എവിടെ മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തമായ ഒരു തീരുമാനം നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സുരേന്ദ്രനും ഇത്തവണ നേടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിൽ നിന്ന് ഒരുപാട് സീറ്റുകൾ നരേന്ദ്രമോദി തൃശ്ശൂർ മത്സരിക്കുമ്പോൾ BJPക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഈ ഒരു സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാവുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.